ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ തമ്പ്നെയിലിൽ കണ്ട പോലെ ഉണ്ണിയോളുടെ കാത് കുത്താനാണ് കേട്ടോ പോണത്. നമ്മുടെ ഉണ്ണിയോൾക്ക് നമ്മൾ ഇതുവരെയായിട്ട് കാത് കുത്തിയിട്ടില്ല, അപ്പം അതിനാണ് പോണത്. നമ്മുടെ ഉണ്ണിയോൾക്ക് 1.25 വയസ്സായിട്ടാ. നമ്മൾ ഇതുവരെയായിട്ടും കാത് കുത്തിയിട്ടില്ല. അവർ പ്രീമച്ചുറായിരുന്ന കാരണം 90 സമയത്തൊന്നും നമുക്ക് കുത്താനായിട്ട് പറ്റിയിരുന്നില്ല. ഇപ്പം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഇനി വേദന കൂടും എന്ന് പറഞ്ഞ കാരണമാണ് ഇപ്പോൾ കുത്തുന്നത്. നമ്മൾ റോയലിലേക്ക് പോയി. അപ്പോൾ അവിടെ അടച്ചേക്കാണ്. ടി ദേവസ് ഇല്ല. പിന്നെ നമ്മൾ മലായ നോക്കി, മലായ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുന്നോളത്തെ ഒറ്റ ജ്വല്ലറി തുറന്നിട്ടില്ല. അപ്പം ഇനി എന്താ ചെയ്യാന്ന് ഇങ്ങനെ കരുതിയപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് മലബാറിലേക്ക് പോകാമെന്ന്. തനുമോള് സമ്മതിച്ച സ്ഥിതിക്ക് നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, നേരെ മലബാറിലേക്ക് വിട്ടു. കാരണം ഇത് മെയിനായിട്ട് അവളുടെ ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ മലബാറിലെത്തിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുകളിലേക്ക് കയറുമ്പോഴും തേജുവിൻ്റെയും തനുമോളിൻ്റെയും മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഈ കമ്മലിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കമ്മലൊക്കെ ഇവരിടയ്ക്ക് വന്ന് ഇങ്ങനെ പിടിച്ചു നോക്കും. അപ്പോൾ ഞാൻ ചോദിക്കും കമ്മലിടണമെന്ന് ചോദിക്കുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട്. ഈ സന്തോഷവും ചിരിയൊക്കെ തിരിച്ചു വരുമ്പോൾ കണ്ട ഭാഗ്യം. അങ്ങനെ നമ്മൾ ആദ്യം ഉണ്ണികൾക്ക് ഗോൾഡ് എടുക്കാമെന്ന് കരുതി. ഗോൾഡ് നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, സിമ്പിളായിട്ട് എന്തെങ്കിലും നോക്കാമെന്ന് കരുതി. പക്ഷേ സിമ്പിളായിട്ട് ഗ്രാമ കുറവിലൊന്നും എനിക്കവിടെ ഒന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധാ അവിടെ നിന്ന് വെള്ളക്കല്ല് അതെടുത്തോളൂ. പിന്നെ നമുക്ക് നമ്മളുടെ അവിടെ നിന്നിട്ട് എടുക്കുക വെച്ചിട്ട് അത് മാത്രം എടുത്തോളൂ. പിന്നെ കോഫി വന്നപ്പോൾ രണ്ടാൾക്കും അത് വേണം. അങ്ങനെ രണ്ടാളും കോഫിയൊക്കെ കുടിച്ച് ഇനി കാത് കുത്താൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തനുമോളിനെയാണ് ഇരുത്തണത്. തനുമോൾ ആദ്യം എൻ്റെ മടിയിലിരുന്നേന്ന്. അപ്പോൾ അവൾ ആദ്യം കുഴപ്പമില്ല. പിന്നെ ആൾ ടിഷ്യൂ പേപ്പർ വെച്ച് കാത് തുടച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് ഭയങ്കര വാശി. പിന്നെ തല എനക്കാതൊക്കെ പിടിക്കണം പറഞ്ഞപ്പോൾ അവൾ തീരെ സമ്മതിക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നി ചേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ അവൾക്ക് അറിയണേ, ചേട്ടനായിട്ട് ഇരുത്താം. അങ്ങനെ ചേട്ടനായിട്ട് ഇരുന്നപ്പോൾ അവൾ ഓക്കെയാണ് കുറേ നേരം. പിന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ വീണ്ടും നല്ല കരച്ചിലായിരുന്നു. തനുമോളുടെ കാതുകുത്തി കഴിഞ്ഞിട്ടും ഒരു 5-10 മിനിറ്റ് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ നമ്മൾ തേജുവിനെ കാതുകുത്താനായിട്ട് ഇരുന്നപ്പോഴാണ് അവൾ കുറച്ചൊന്ന് ഇനി അവന് കുത്തൂലോ എന്നുള്ളതില്ല തോന്നുന്നു. അവൾ കുറച്ചൊന്ന് സൈലൻ്റായി. ഒരു ബലൂണൊക്കെ കിട്ടിയപ്പോൾ ആൾ സൈലൻ്റായി. തേജുവിനെ കുത്തിയപ്പോൾ തേജു ഇതൊന്നും അറിഞ്ഞില്ല. തേജു ഭയങ്കര കൂളായിട്ട് കാതൊക്കെ കാണിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തനുമോൾ നല്ല കളിയായിട്ടാണ്, നല്ല ചിരിയും കളിയും. അവിടെ ഫുള്ള് ഓടിക്കളിയൊക്കെ ചെയ്യുന്നു. രണ്ടാൾക്കും ബലൂണ് കിട്ടി, അത് വെച്ച് നല്ല കളിയായിരുന്നു. തേജുവിൻ്റെ കമ്മലെവിടെ എവിടെ ആരെ കുത്തിയെന്നേ കമ്മല്? കളിയായിരുന്നു. തിരിച്ചു വരുന്ന നേരത്ത് അവർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അവർ വന്നത്. ഇനി നമ്മൾ പോകുന്നത് എൻ്റെ മാമൻ്റെ വീടുണ്ട് ഒരുമനിയൂർ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനാണ്. അവിടെ മാമൻ സ്വാമിയാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയില്ല, ഉമ്മാർത്തിരിക്കുക ചെയ്ത്. ഇത് മാമൻ്റെ മോനാണ് കേട്ടോ ആദി. അവിടെ അച്ഛനും അമ്മായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വരുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അവരെന്നും കൂടി കണ്ടിട്ട് പോകാൻ വെച്ചിട്ട്. ഉണ്ണിയോളെ കാണാൻ അച്ഛനെ ഭയങ്കര കുറേ ആയിട്ട് പറയണേന്ന്. അപ്പോൾ കാണിച്ചിട്ട് പോകാൻ കരുതി അച്ഛൻ വരുന്നവരെ വെയിറ്റ് ചെയ്തു. ഇതിൻ്റെ അമ്മമ്മയാണ്, ഇതാണ് മാമൻ. പിന്നെ ഇത് അമ്മു, ഇവളെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അപ്പോഴേക്കും അച്ഛൻ വന്നു. അച്ഛനെ കണ്ട് അച്ഛൻ്റെ ഒപ്പം തന്നെ അമ്മായി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മായിനെയൊക്കെ കണ്ടിട്ടാണ് നമ്മളവിടെ നിന്ന് പോകുന്നത്. പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും നന്നായി വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ UB ഗ്രിൽസിലാണ് കയറിയത്, കുന്നംകുളത്തുള്ള UBയിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറണത് കേട്ടോ. നമ്മളവിടെ നിന്ന് ഹൈദരാബാദി മന്തിയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് അടിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഈ വാചകം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമ്മൾ വേറെ എവിടെയും കയറാൻ നിന്നില്ല, നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ.